വലിക്കാൻ നടക്കല്ലേ, സമയമായി തുടങ്ങി. ആൺകുട്ടികൾ വരും. ആര്? മയ്യുഅള്ളിമു മുഹമ്മദൻ. ഒറ്റൊന്നും ഈ കൂട്ടത്തിന് വരില്ല. ഒരു സലഫി ഉണ്ടാവില്ല. സലഫികൾക്ക് മുസ്ലിം ലോകത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മുസ്ലിം ലോകം തകരാൻ കാരണം സലഫികൾ മുസ്ലിം രാജ്യത്ത് അധികാരത്തിൽ കയറിയതാണ്. അത് മാത്രമാണ്. മുസ്ലിമീങ്ങൾ ഇങ്ങനെയാണോ? മുസ്ലിമീങ്ങളെ ചരിത്രം പഠിക്കുക. മുസ്ലിമീങ്ങൾ ഇങ്ങനെയാണോ? ആരടാ മുസ്ലിമീങ്ങൾ അടിമപ്പെടുത്തിയവർ ലോക ചരിത്രത്തിൽ? ഇല്ലല്ലോ. തകരുന്ന് വിചാരിച്ച ഘട്ടത്തിലിട്ട് കയറി വരല്ലേ. 2 നൂറ്റാണ്ട് 3 നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായം തകർന്നു കിടക്കുക. കാരണം മുസ്ലിം രാജ്യങ്ങളിൽ അധികാരം സലഫികൾക്കാണ്. ഇവരെ അടിച്ച് മുസ്ലിമീങ്ങൾ ഒഴിവാക്കും, മുസ്ലിമീങ്ങൾ കയറി വരും. തീർച്ചയായും ഇതൊക്കെ അല്ലാതെ മുസ്ലിം സമുദായത്തിന് രക്ഷപ്പെടാൻ കഴിയൂല. അമ്മാവന്റെ ചെരുപ്പ് തുടക്കം വന്ന കുട്ടിയാണ് ലോകത്ത് 2 ലക്ഷം കുരിശ് യോദ്ധാക്കളെ ഒഴിവാക്കിയിട്ട് 90 ആളെയും കൊണ്ടുവന്ന് കുരിശിന്റെ പതാക ബൈത്തുൽ മുഖദ്ദസിന് വലിച്ചെറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പതാക നാട്ടിയത്. അന്ന് ഈ മനുഷ്യന്റെ കൂടെ 90 ആളേ ഉള്ളൂ. 90. അതാണ് സലാഹുദ്ദീൻ. ഇയാളോ ഒന്നുമല്ല. ഇയാൾ അയ്യൂബി രാജവംശത്തിൽ പെട്ട അമ്മാവന് ചെരുപ്പ് തുടക്കാൻ വേണ്ടി വന്ന ആളാണ്. ആര്? സലാഹുദ്ദീൻ. സിറിയക്കാരനാ. ഈജിപ്തിലേക്ക് അമ്മാവനെ ഗവർണറായി അയച്ചു സിറിയൻ രാജാവ്. അപ്പോൾ ചെരുപ്പ് തുടക്കാൻ വേണ്ടിയും കോട്ട് ശരിയാക്കി കൊടുക്കാനും വേണ്ടി വന്ന കുട്ടിയാണ് ആര്? ആഷിഖ് മുഹമ്മദാണ്. ആഷിഖ് റസൂലാ. ഭയങ്കര ഇഷ്ക റസൂലിനോട് ഭയങ്കര ഓടിച്ചു കയറിയില്ലേ. കടലിന്റെ നടുവിലാണ് ചില കോട്ടകൾ. എന്താ സലാഹുദ്ദീൻ 1187 പരിപാടികൾ തിരിച്ചു വരാത്തവരും തുന്നമ്പാടി അടിച്ചത് വിട്ടു. ആര്? സലാഹുദ്ദീൻ. AD 1187. ആഷിഖ് മുഹമ്മദാണ്. അതാ സലാഹുദ്ദീൻ. ഇന്നത്തെ ലോകക്രമം മുസ്ലിമീങ്ങൾ അടിമകളായി തന്നെ വെക്കും. ലോകരാജ്യങ്ങൾ മുഴുവനും അഭയാർത്ഥികളെ, യൂറോപ്പ് വരെ 10 ലക്ഷം മുസ്ലിം അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ട് ഒരൊറ്റൊന്ന് സൗദി അറേബ്യ സ്വീകരിച്ചില്ല. എന്തേ? അമേരിക്കയുടെ അമ്മിന്റെ ചോട്ടിലെ വാല് എങ്ങനെയാണ് നന്നാവുക? ആൺകുട്ടികൾ കിടക്കുന്നുണ്ട് താഴെ, ഒരെണ്ണം കയറി വരും. 1,18,00,000 മുസ്ലിമീങ്ങൾ 1,18,00,000 മുസ്ലിമീങ്ങൾ 4 കൊല്ലത്തിനുള്ളിൽ സിറിയ നോടിയിട്ടുണ്ട്. കൃത്യമായ കണക്കാ, UN-യുടെ കണക്കാ, കൃത്യമായ കണക്കാ. 1,18,00,000 മുസ്ലിമീങ്ങൾ സിറിയെന്ന് മാത്രം ഷാമെന്ന് പാലായനം ചെയ്തിട്ട് ഒരൊറ്റ മുസ്ലിമിനെ ആര് സ്വീകരിച്ചില്ല? സൗദി സ്വീകരിച്ചില്ല. 14 ലക്ഷം ഔദ്യോഗിക കണക്കനുസരിച്ച് 14 ലക്ഷം മുസ്ലിമീങ്ങൾ ബർമയെ നോടിയിട്ടുണ്ട്. ഒറ്റൊന്നിനോട് സ്വീകരിച്ചില്ല. ഇവരാര്? എന്തേ സ്വീകരിക്കാത്ത? അമേരിക്ക പറഞ്ഞാൽ എനിക്കൊരു ചെയ്യാൻ പറ്റുള്ളൂ. അടിമകളാണ്. പൈസ ഉണ്ടായിട്ട് എന്താണ് കാര്യം? നമ്മളെ കോലൊന്നുമല്ല വലുപ്പത്തരം. അള്ളാഹുവിലും അള്ളാഹുവിന്റെ ഹബീബിലും അചഞ്ചലമായ വിശ്വാസമാണ്. എല്ലാം പാത്തിച്ച് എല്ലാവരും മറ്റും കൂടി അടിയറ വെച്ച് ഒക്കെ ഇപ്പോൾ യമനിനോട് യുദ്ധം ചെയ്യാം. ആര്? സൗദി അറേബ്യ. എന്തിന് ചെയ്യാൻ പാടുണ്ടോ? യമനികൾ ക്രിസ്ത്യാനികളായ കാലത്ത് യമനികൾക്ക് ദ്വാരന്നിട്ടില്ലേ? മുഹമ്മദ് ദ്വാരന്നിട്ടില്ലേ? ദ്വാരന്നില്ലെന്നിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിന വയമനിന. ഷാമിൽ യമനിലും ബർക്കത്ത് ചെയ്യുന്നു. അന്ന് അവരാരാ? നാസാറാക്കളാ. അക്കാലത്ത് യമന് ദ്വാരന്നില്ലേ? യമനെ തൊട്ടളിക്കാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞില്ലേ? യമനിൽ നിന്ന് ഒരാൾ വന്നാൽ ഫയഖൂമു അബൂബക്കർ ഇക്റാമൻ ലഹു. യമനിൽ നിന്ന് ഒരാൾ വന്നാൽ ഉടനെ എണീറ്റ് കുമാര് അബൂബക്കർ. പേടിയാണ്. കാരണം റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ യമനികൾക്ക് പ്രത്യേക ഏരിയ ഉണ്ട്. റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുണ്ട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പേടിയാ. അവിടെയല്ലേ യുദ്ധം ചെയ്യുന്നത്? ആരെ തൃപ്തിപ്പെടുത്താൻ? അമേരിക്ക. ആൺകുട്ടികൾ വരും.